ഇന്ന് നമുക്ക് ക്ലീനിങ്ങിന് വന്ന ഒരു സോഫയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മക്കളെല്ലാം ഉള്ള വീട്ടിലത്തെ സോഫയുടെ അവസ്ഥ ഏകദേശം എല്ലായിടത്തും ഇതുപോലെ തന്നെ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു ഏറെ മോശമായൊരു സോഫയാണ് നമുക്കിന്ന് ക്ലീൻ ചെയ്യാൻ കിട്ടിയത്. നല്ല ചെളിയും മണ്ണും പൊടിയും എല്ലാം ഉണ്ടായിരുന്നു. അതിനെ വൃത്തിയാക്കണമെന്ന് വിചാരിച്ചിട്ട് അവർ നമ്മളെ വിളിച്ചു. നമ്മളതിനെ വൃത്തിയാക്കി കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം നമ്മളെ കഴിവിൻ്റെ പരമാവധി നമ്മളതിനെ വൃത്തിയാക്കി കൊടുക്കുന്നതായിരിക്കും. നമ്മൾ സോഫ ക്ലീൻ ചെയ്യുന്ന രീതി അതൊന്ന് ഞാൻ വിശദീകരിച്ച് തരാം. ആദ്യം ഒന്ന് വെള്ളം അടിച്ചു കൊടുക്കും. ഇത് പ്രഷർ ഗണ്ണ് പോലത്തെ ഒരു സാധനങ്ങളെ കണ്ടിട്ട് ചുവപ്പ് കളറിൻ്റെ അതിൽ നല്ല പാങ്ങ് വെള്ളം അടിച്ചു കൊടുക്കും. അതിനുശേഷം ഷാമ്പൂ ഉപയോഗിച്ച് സോഫ നന്നായി വാഷ് ചെയ്യും. അതിനുശേഷം വാക്യൂം ക്ലീനർ ഉപയോഗിച്ച് അതിനകത്തുള്ള ചെളിയെല്ലാം വലിച്ചെടുക്കും. ഇങ്ങനെയുള്ള പ്രോസസ്സ് ഒരു 3-4 വട്ടം ചെയ്യുമ്പോൾ അതിലുള്ള ചെളിയും മണ്ണ് എല്ലാം ഇളകിയിട്ട് വരും. നല്ല പാങ്ങലെ നല്ലതുപോലെ അതിന് സ്ക്രബും കൂടി ചെയ്യും കേട്ടോ. ഇപ്പോൾ നമ്മൾ കാണിച്ചു തരുന്ന ആ വീഡിയോയിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ സോഫയും ക്ലീൻ ചെയ്യുന്ന വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല. ഏകദേശം ഒരു 2 സോഫ മാത്രമാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് എങ്ങനെയാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് അറിയാൻ വേണ്ടി മാത്രമാണ് ആ 2 സോഫ ക്ലീൻ ചെയ്യുന്ന വീഡിയോ നമ്മൾ എടുത്തത്. അങ്ങനെ ആദ്യം നന്നായി വാഷ് ചെയ്തിട്ട് അതിനകത്തുള്ള ചെളിയെല്ലാം എന്ന് ഉറപ്പ് വന്നതിന് ശേഷമാണ് നമ്മൾ സ്റ്റീം ഉപയോഗിച്ച് അതിൻ്റെ ഇടയിലും എല്ലായിടത്തും സ്റ്റീം അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഉള്ള ബാക്ടീരിയകളും വൈറസുകളും അതുപോലത്തെ ഫംഗസും എല്ലാം അത് നശിച്ചു പോകും. അതിനു വേണ്ടിയാണ് നമ്മൾ സ്റ്റീം ചെയ്യുന്നത്. സ്റ്റീം ചെയ്താൽ നല്ല വൃത്തിയാവും, ക്ലീനാവും, ഹൈജീനാവും. അതിനുവേണ്ടി സ്റ്റീം ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും വിളിക്കാം. നിങ്ങളുടെ വീട്ടിലെ സോഫയും ഇതുപോലെ വൃത്തികേടായിട്ടുണ്ടെങ്കിൽ അല്ല ഒന്ന് സ്റ്റീം ചെയ്ത് സോഫയെ ഒന്ന് വൃത്തിയാക്കണം, ഒന്ന് ഹൈജീൻ ആക്കണം എന്ന് നിങ്ങളുടെ മനസ്സിൽ പ്ലാൻ ഉണ്ടെങ്കിൽ കാസർഗോഡ് ഭാഗത്താണെങ്കിൽ നമ്മളെ തീർച്ചയായും വിളിക്കാം. നമ്മൾ വന്ന് നിങ്ങളെ സോഫ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് ഹൈജീനായി നിങ്ങളെ കയ്യിൽ തരുന്നതായിരിക്കും. ഇപ്പോൾ അവിടെ കാണുന്ന സോഫ അവസാനം കാണിച്ചു തരാം. അത്ര സോഫ ക്ലീൻ ചെയ്യാൻ ഞങ്ങൾ 3000 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്ന ആ ബക്കറ്റിൽ കണ്ട ചെളി അതിൽ നിന്ന് സോഫയിൽ നിന്ന് വലിച്ചെടുത്ത ചെളിയാണ്. ഇത്രയൊന്നും നല്ല കേട്ടോ ചെളി. കുറേ ചെളി ഞാൻ കളഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞങ്ങൾ വീഡിയോയിൽ എടുത്തിട്ടില്ല, നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടുമില്ല. ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന 2 സോഫയും അവിടെ കാണുന്ന 4 സോഫയുമാണ് ഇന്ന് മൊത്തം ഞങ്ങൾ ക്ലീൻ ചെയ്തത്. നമ്മളെ ക്ലീനിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മളെ ഫോളോ ചെയ്യാനും മറക്കണ്ട. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്.